മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം മത്തായി 2:10 സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 10 നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നമുക്കറിയാം, നക്ഷത്രം പ്രത്യാശയുടെ ഒരു അടയാളമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന്റെ ആഗമനമെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ആഗമനത്തിന് നക്ഷത്രങ്ങൾ മിന്നിമറയുന്നത് ഈ ലോക ജനതയ്ക്ക് പ്രത്യാശ പകരുന്ന വലിയ സന്ദേശം നൽകുകയാണ്. ഈ ക്രിസ്മസ് നൽകേണ്ട സന്ദേശം ഇതാണ്: നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നവരാണ്. പ്രത്യാശ പകരാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരാകണമല്ലോ. അപ്പം നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമ്മളോട് ഇടപെടുന്നവർക്കെല്ലാം ആ പ്രത്യാശ പകരുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നക്ഷത്രമാണ് ജ്ഞാനികളെ വഴികാട്ടിയതെങ്കിൽ എന്നെ വഴികാട്ടുവാൻ ചില നക്ഷത്രങ്ങളെ ദൈവം അയക്കും. അത് ചിലപ്പോൾ വൈദികരാവാം, ചിലപ്പോൾ ഗുരുഭൂതന്മാരാവാം, ആരെങ്കിലും ആവട്ടെ. അവരെ ആദരിക്കുവാനും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സാധിക്കുമ്പോൾ നമ്മളുടെ തീർച്ചയായിട്ടും ആ നക്ഷത്രങ്ങൾ നമ്മളെ വഴി കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രം പ്രത്യാശമായി തരുന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഈ തവണ നമ്മൾ ഏറ്റവും കൂടുതലായി സ്വീകരിക്കേണ്ടത്. കാരണം ഫ്രാൻസിസ് പാപ്പാപ്പ പ്രത്യാശയെക്കുറിച്ച് നമ്മളോട് പറയുകയുണ്ടായി. അങ്ങനെയാണ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്, നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാനും നിങ്ങളും പ്രത്യാശയുള്ളവരാണോ? ഈശോയെ മുൻപിൽ കാണുമ്പോൾ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ആ ഈശോയെ മുൻപിൽ കണ്ടുകൊണ്ട് പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടം എല്ലാവരെയും സഹായിക്കട്ടെ. പോരാ, ഞാൻ പ്രത്യാശ കൊണ്ട് നിറഞ്ഞാൽ പോരാ, എന്നോട് ഇടപെടുന്നവർക്ക് പ്രത്യാശ പകരണം. എന്റെ ഇടപെടൽ, എന്റെ സംസാരം, എന്റെ മനോഭാവങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നതാവണം. അതിന് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. എല്ലാവരും ഈ നല്ല ക്രിസ്മസ് കാലഘട്ടം ദൈവത്തിന്റെ കൃപയിൽ ആസ്വദിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.